അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ രണ്ടാമത്തെ സെഷനിലെ 33ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇത് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തുൽ ഇൻഫിത്താറിലെ ആദ്യ 5 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ഖിറാഅത്ത് ആദ്യമായിട്ടൊന്ന് ശ്രവിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت. ഇനി നമുക്കതിലെ ഒന്നാമത്തെ വചനം നോക്കാം. ഇദസ്സമാഉ ഫതറത്. ആയത്തിൻ്റെ അർത്ഥം ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. ഇദസ്സമാ എന്ന് പറഞ്ഞാൽ ആകാശമാകുമ്പോൾ, ഇൻഫതറത് അത് പൊട്ടിപ്പിളരുക. ഇദസ്സമാഉ ഫതറത് എന്ന് പറഞ്ഞാൽ ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്നർത്ഥം. രണ്ടാമത്തെ വചനം വഇദൽ കവാകിബു തസറത്. അതിൻ്റെ അർത്ഥം നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ അത് കൊഴിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ. അതിൻ്റെ വാക്കർത്ഥം വഇദൽ കവാകിബ്. കവാകിബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ. വഇദൽ കവാകിബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ആകുമ്പോൾ അതല്ലെങ്കിൽ ഗ്രഹങ്ങളാകുമ്പോൾ. ഇൻതസറത് അത് കൊഴിഞ്ഞു വീഴുക. അപ്പോൾ അത് ആകാശത്തുള്ള ഗോളങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ അത് കൊഴിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ എന്നർത്ഥം. ഇനി നമുക്കതിൻ്റെ വിശദീകരണം നോക്കാം. ആദ്യമായി ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുന്ന കാര്യങ്ങൾ നോക്കാം. സൂറത്തുൽ ഇൻഫിത്താർ മക്കിയത്തുൻ ഇൻദ ജമീ വഹിയ 19 ആയ. അഥവാ സൂറത്തുൽ ഇൻഫിത്താർ മക്കിയായ വചനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് അവതീർണമായ മക്കയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട അധ്യായമാണ്. അത് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതേ രീതിയിൽ തന്നെയാണ്. വഹിയ 19 ആയ, അതിൽ 19 ആയത്തുകളുണ്ട് എന്നുമാണ്. ഇനി അതിനുശേഷം അദ്ദേഹം പറയുന്നു ഖൗലുഹു തആല ഇദസ്സമാഉ ഫതറത്. ഇദസ്സമാഉ ഫതറത് എന്ന് പറഞ്ഞാൽ ഐ തശഖഖത് ബിഅംരില്ലാഹി അസ്സ വജൽ ലിനുസൂലിൽ മലായിക. മലക്കുകളുടെ പ്രവേശനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആകാശം അത് പൊട്ടിപ്പിളരുന്നതാണ് എന്നാണ്. സൂറത്തുൽ ഇൻശിഖാഖിൽ പറഞ്ഞ തശഖഖ ഇദസ്സമാഉ ഇൻശഖത് എന്ന് പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ് ഇൻഫതറ എന്ന പദത്തിനും ഉള്ളത്. രണ്ടും പര്യായ പദങ്ങളാണ് എന്നർത്ഥം. അതാണ് സൂറത്തുൽ ഫുർഖാനിലും അതേ രീതിയിലുള്ളൊരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ് കഖൗലിഹി തആല വയൗമ തശഖഖുസ് സമാഉ ബിൽ ഗമാമി വനുസ്സിലൽ മലായികതു തൻസീല. അഥവാ ആകാശം പൊട്ടിപ്പിളർന്ന് വെൺമേഘപടലങ്ങൾ അത് പുറത്തേക്ക് വരികയും അതിലൂടെ മലക്കുകൾ ഇറങ്ങി വരികയും ചെയ്യുന്ന ദിവസം. വഖീല തഫത്തറത് ലിഹൈബത്തില്ലാഹി അസ്സ വജൽ. അഥവാ അതിന് മറ്റൊരു അർത്ഥത്തിലുള്ള വ്യാഖ്യാനവും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അതിങ്ങനെയാണ് തഫത്തറത് ലിഹൈബത്തില്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള പേടി കാരണത്താൽ അത് വിണ്ടു കീറുന്നതാണ് എന്നും വ്യാഖ്യാനം നൽകിയതായി കാണാൻ സാധിക്കും. വൽ ഫതറു അശ്ശഖു. രണ്ടും ഒരേ അർത്ഥങ്ങളാണ്. ഫത്തർ എന്ന് പറഞ്ഞാലും ഷഖ് എന്ന് പറഞ്ഞാലും, അഥവാ ഇൻഫത്തറത് എന്ന് പറഞ്ഞാലും ഇൻഷഖത്ത് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ഇനി വഇദൽ കവാകിബു ഇൻതസറത് എന്നതിൻ്റെ അർത്ഥം തസാഖതത് എന്നാണ്. ഇൻതസറ എന്ന് പറഞ്ഞാൽ തസാഖതത് അഥവാ വീഴുക, കൊഴിഞ്ഞു വീഴുക എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ഇനി ഇബ്നു കസീർ റഹ്മഹുല്ല നൽകിയ കാര്യങ്ങൾ നമുക്ക് വായിക്കാം. قال النسائي رحمه الله عن جابر رضي الله تعالى عنه قام معاذ فصلى العشاء الآخرة ഫതതവ്വല ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മുആദ് റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കരിക്കാൻ വേണ്ടി ഇമാമായി നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ധാരാളമായി ഓതുകയും ഇശാ നമസ്കാരം വല്ലാതെ ദീർഘിപ്പിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അഫത്താനുൻ യാ മുആദ്, അല്ലയോ മുആദെ, താങ്കൾ ഫിത്നയുണ്ടാക്കുകയാണോ? അഥവാ ഇശാ നമസ്കാരം ധാരാളമായി ദീർഘിപ്പിച്ച് ജനങ്ങളിൽ പ്രയാസമുണ്ടാക്കി താങ്കൾ ഫിത്നയുണ്ടാക്കുകയാണോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണോ
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അയ്ന കുൻത അൻ സബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅല വദ്ദുഹ വഇദ സമാഉ ഫതറത്. ഈ പറഞ്ഞ അധ്യായങ്ങളൊക്കെ എവിടെ, അതൊക്കെ പാരായണം ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ പ്രവാചകർ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ പറഞ്ഞ അധ്യായങ്ങളിൽ സൂറത്തുൽ ഇൻഫിത്താറും വന്നിട്ടുണ്ട് എന്ന കാരണത്താലാണ് സൂറത്തുൽ ഇൻഫിത്താറിൻ്റെ വിശദീകരണത്തിൽ ഈ ഒരു ഹദീസ് ഇബ്നു കസീർ റഹ്മഹുല്ല ഉദ്ധരിക്കാനുള്ള കാരണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അദ്വാഉൽ ബയാനിൽ ഇമാം ഷൻഖീതി റഹ്മഹുല്ല നൽകിയ വിശദീകരണങ്ങൾ നോക്കാം. ഖൗലുഹു തആല ഇദ സമാഉ ഫതറത്. ഈ ഒരു വചനം ഇൻഷഖത് കമാ ഫി സൂറത്തുൽ ഇൻഷിഖാഖ്, സൂറത്തുൽ ഇൻഷിഖാഖിൽ പറഞ്ഞ പോലെ തന്നെ ഇദ സമാഉ ഇൻഷഖത് എന്ന് പറഞ്ഞ ആ ഒരു അർത്ഥം തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഖീല ഹൈബത്തൻ ലില്ലാ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള പേടി കാരണത്താൽ അത് വിണ്ട് കീറി എന്നും വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഇൻഫിത്താർ അത്തശഖുഖ് അൽ ഇൻഫിറാജ്, അഥവാ ഇൻഫിത്താർ ഇൻഷിഖാഖ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു അർത്ഥമാണ് ഇൻഫിറാജ് എന്നുള്ളത്. അഥവാ ഇൻഷിഖാഖിൻ്റെ അതേ അർത്ഥത്തിലാണ് ഇൻഷിഖാഖ് ഉള്ളത്. ഈ രണ്ട് പദങ്ങളുടെയും അതേ അർത്ഥത്തിലാണ് ഇൻഫിറാജ് ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ മൂന്നും പര്യായ പദങ്ങളാണ് എന്നാണ്. കഖൗലിഹി തആല ഫഇദ നജൂമു തുമിസത് വഇദ സമാഉ ഫുരിജത്. സൂറത്തുൽ മുർസലാത്തിൽ ഇതേ രീതിയിൽ ഇൻഫിറാജ് എന്ന ഒരർത്ഥം വരുന്ന ഫുരിജത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതായി കാണാൻ സാധിക്കും. ഇപ്പം മൂന്നും പര്യായ പദങ്ങളാണ് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ നൽകിയ കാര്യങ്ങൾ നോക്കാം. വഇദൽ കവാകിബു തസറത് എന്ന് പറഞ്ഞാൽ യഅനി അൻ നുജൂമു സഗീറഹ വ കബീറഹ തൻതസിറു വതതഫറഖു വതതസാഖതു. അഥവാ ആകാശത്തുള്ള ചെറിയതും വലിയതുമായ എല്ലാ സകല ഗോളങ്ങളാകട്ടെ എല്ലാം തന്നെ അത് നിലം പതിക്കുന്നതായിരിക്കും, അത് നശിച്ചു പോകുന്നതായിരിക്കും എന്നാണ്. തതഫറഖ് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഫർക്കായിട്ട് മാറും, അതിങ്ങനെ വേർതിരിഞ്ഞ് മാറുന്നതായിരിക്കും. അതേപോലെ തതസാഖത്ത് എന്ന് പറഞ്ഞാൽ താഴേക്ക് കൊഴിഞ്ഞു വീഴുന്നതായിരിക്കും. ലിഅന്നൽ ആലം ഇൻതഹ, കാരണം ലോകം അന്ന് അവസാനിക്കുന്നതാണ്, ലോകാവസാനം ആയി മാറുന്നതാണ് എന്നാണ്. ഇപ്പോൾ ലോകാവസാന ദിവസത്തിൽ ഗോളങ്ങളെല്ലാം തന്നെ നിലം പൊത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ സകല ജീവജാലങ്ങളും ചത്തൊടുങ്ങുന്നതായിരിക്കും, എല്ലാം തന്നെ പാടെ നശിച്ചു പോകുന്നതും ആയിരിക്കും എന്നാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. വഇദൽ ബിഹാറു ഫുജ്ജിറത്. ആയത്തിൻ്റെ അർത്ഥം സമുദ്രങ്ങൾ പൊട്ടിയൊഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ. വഇദൽ ബിഹാർ എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങളാകുമ്പോൾ, ഫുജ്ജിറത് അവ പൊട്ടിയൊഴുക്കപ്പെടുക. ഇനി ഇബ്നു കസീർ റഹ്മഹുല്ലാ അതിന് നൽകിയ വിശദീകരണം നോക്കാം. വഇദൽ ബിഹാറു ഫുജ്ജിറത് എന്ന് പറഞ്ഞാൽ ഖാല അലിയുൻ അൻ അബി തൽഹത അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ ഫജ്ജറല്ലാഹു ബഅദഹ ഫി ബഅദിൻ. അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും അലി ബിൻ അബി തൽഹ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു ഫജ്ജറല്ലാഹു ബഅദഹ ഫി ബഅദിൻ, അഥവാ ഓരോ സമുദ്രത്തെയും അല്ലാഹു സുബ്ഹാനഹു തആല പൊട്ടിയൊഴുക്കുന്നതായിരിക്കും, ഒന്ന് മറ്റൊന്നിലേക്കായിക്കൊണ്ട്. അങ്ങനെ അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു തആല പൊട്ടിയൊഴുക്കുന്നതായിരിക്കും. ഇമാം ഹസൻ റഹ്മഹുല്ല പറയുന്നു ഫജ്ജറല്ലാഹു ബഅദഹ ഫി ബഅദിൻ ഫദഅഹബ ബാഉഹ, അഥവാ അല്ലാഹു സുബ്ഹാനഹു തആല അതിലുള്ള വെള്ളമെല്ലാം വറ്റിച്ചു കളയുന്നതായിരിക്കും, അത് ഒന്ന് മറ്റൊന്നിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഇതിലുള്ള വെള്ളം അല്ലാഹു സുബ്ഹാനഹു തആല തീർത്ത് കളയുന്നതായിരിക്കും. വഖാല ഖതാദ ഇഖ്തലത മാലിഹഹ ബിഅദ്ബിഹ, അതിലുള്ള സ്വച്ഛമായുള്ള വെള്ളവും അതേപോലെ തന്നെ ഉപ്പ് കലർന്ന വെള്ളവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നാക്കി മാറ്റുന്നതായിരിക്കും എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ കടലും കൂടി ഒരൊറ്റ കടലാക്കി അല്ലാഹു മാറ്റും. ബാക്കിയുള്ള എല്ലാ കടലിൽ നിന്നും ഈ ഒരൊറ്റ കടലിലേക്ക് അല്ലാഹു അത് എത്തിക്കുകയും ചെയ്യും, ബാക്കിയുള്ളതെല്ലാം വറ്റിച്ചു കളയുകയും ചെയ്യുമെന്നാണ്. അതിന് ഇമാം കൽബി റഹ്മഹുല്ല നൽകിയ വിശദീകരണം മുലിഅത്ത് എന്നാണ്, അഥവാ കടൽ നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നതായിരിക്കും എന്നാണ്. ഇനി അടുത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. വഇദൽ ഖുബൂറു ബുഅ്സിറത്. ആയത്തിൻ്റെ അർത്ഥം ഖബറുകൾ അടിയോടെ മറിച്ചിടപ്പെടുകയും ചെയ്യുമ്പോൾ. വഇദൽ ഖുബൂർ എന്ന് പറഞ്ഞാൽ ഖബറുകളാകുമ്പോൾ അല്ലെങ്കിൽ ശ്മശാനങ്ങളാകുമ്പോൾ, ബുഅ്സിറത് അത് ഇളക്കി മറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ. ഇബ്നു കസീർ റഹ്മഹുല്ല നൽകിയ വിശദീകരണം നോക്കാം. വഇദൽ ഖുബൂർ ബുഅ്സിറത് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു ബുഹിസത് എന്നാണ്, അത് നിയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, അഥവാ അതിലുള്ള ആൾ പുറത്തേക്ക് വരുന്നു എന്നാണ്. ഖാല സുദ്ദിയു തുബഅ്സിറു എന്ന് പറഞ്ഞാൽ തുഹദ്ദിഖു ഫയഖ്റുജു മൻ ഫീഹ, അഥവാ
അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മറിച്ചിടുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് അതിലുള്ള വ്യക്തി, ആ ഖബറിൽ ആരാണോ ഉള്ളത് ആ വ്യക്തിയെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നാണ്. യഖ്റുജു മൻ ഫിഹ എന്ന് പറഞ്ഞാൽ അതിലുള്ള വ്യക്തി പുറത്തേക്ക് വരുന്നു. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറയുന്നു ഇദൽ ഖുബൂർ ബുഅ്സിറത് എന്ന് പറഞ്ഞാൽ ഖുല്ലിബത് വ ഉഖ്രിജത് മാ ഫിഹ മിൻ അഹ്ലിഹ അഹ്യാഅൻ, അതിലുള്ള ആൾ ജീവനോടെ പുറത്തേക്ക് വരുന്നതായിരിക്കും. യുഖാലു ബഅ്സറത്തുൽ മതാ ഖല്ലബ്തുഹു ളഹ്റൻ ലിബത്നിൻ, അഥവാ ബഅ്സർത്തുൽ മതാ എന്ന് പറഞ്ഞാൽ ഞാൻ ചരക്ക് ബഅ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം പുറത്തേക്കും പുറത്തുള്ള ഭാഗം ഉള്ളിലേക്കുമാക്കി മാറ്റുന്നതിനെയാണ് ബഅ്സറ എന്ന ഒരു പദം ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഒരു അരിയുടെ കൂമ്പാരം ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് കൈയിട്ട് മേലേക്ക് ഇങ്ങനെ മറിക്കുന്നതിനെ, അപ്പോൾ അടിയിലുള്ള ഭാഗം മുകളിലേക്കും മുകളിലുള്ള ഭാഗം അടിയിലേക്കുമാക്കി മാറ്റുമ്പോൾ അതിനെ ബഅ്സറ എന്ന് പറയാൻ സാധിക്കും. ഇനി വഖാല ഖൗമുൻ മിൻഹുൽ ഫറ, ഒരു കൂട്ടം ആളുകൾ പറയുകയാണ്, അഥവാ അതിൽ ഫറ എന്ന് പറയുന്ന പണ്ഡിതനും അതിലുണ്ട്. ബുഅ്സിറത്ത് എന്ന് പറഞ്ഞാൽ അഖ്റജത് മാ ഫി ബത്നിഹ മിനൽ ദഹബി വൽ ഫിദ്ദ. ബുഅ്സിറ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതായ സ്വർണവും വെള്ളിയും എല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം വ്യാഖ്യാനം നൽകുന്നുണ്ട്. വദാലിക മിൻ അശ്റാത്തി സാഅ, ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അൻ തുഖ്രിജൽ അർളു ദഹബഹ വഫിദ്ദതഹ, ഭൂമി അതിൻ്റെ ഉള്ളിലുള്ള സ്വർണവും വെള്ളിയും എല്ലാം പുറത്തേക്ക് പുറന്തള്ളുക എന്നുള്ളത് അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്നാണ്. ഇനി തഫ്സീർ അദ്വാഇൽ ബയാനിൽ ഇമാം ഷൻഖീതി റഹ്മഹുല്ലാഹ് പറയുന്ന കാര്യങ്ങൾ നോക്കാം. വഇദൽ ഖുബൂർ ബുഅ്സിറത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ആദിയാത്തിൽ 9 മുതൽ 10 വരെയുള്ള വചനങ്ങൾ ഈ രീതിയിൽ അർത്ഥം വെക്കാൻ സാധിക്കുന്നതാണ്. ബുഅ്സിറ മൻ ഫീഹാ കമാ ഫീ ഖൗലിഹി തആല, ഭൂമിയുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഖബറിന്റെ ഉള്ളിലുള്ള വ്യക്തി അയാൾ പുറത്തേക്ക് വരുന്നതായിരിക്കും എന്ന് നമുക്ക് വ്യാഖ്യാനം പറയാൻ സാധിക്കുന്നത് സൂറത്തുൽ ആദിയാത്തിലെ വചനങ്ങൾ ചേർത്ത് വായിക്കുമ്പോഴാണ്. അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ, എന്നാൽ അവൻ അറിയുന്നില്ലേ ഖബറുകളിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരപ്പെടുകയും വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളത് പുറത്ത് കൊണ്ടുവരപ്പെടുകയും വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും ഈ ഒരു വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖബറിലുള്ള വ്യക്തി പുറത്ത് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അയാൾ ജീവനോടെ പുറത്തേക്ക് വരുന്നു എന്ന അർത്ഥമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിനുശേഷം അദ്ദേഹം പറയുന്നു വഖദ് ദല്ല ഹാദൽ ലഫ്ദു അലാ സുർഅത്തിൽ ഇന്തിശാർ, പെട്ടെന്ന് തന്നെ ഇന്തിശാർ നടക്കും, അല്ലെങ്കിൽ ഖബറിലുള്ള ആളുകളെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള ആ ഒരു വ്യാഖ്യാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതുപോലെ എന്നാൽ കബഅസറത്തിൽ ഹബ്ബി മിനൽ കഫ് കമാ ഫീ ഖൗലിഹി തആല യൗമ തുഖ്റജൂന മിനൽ അജ്ദാസി സിറാഅ, അത് ഏതുപോലെ എന്നാൽ ഒരു വിത്ത് പുറത്തേക്ക് മുളച്ചു വരുന്നതിനെ പോലെ തന്നെ അപ്രകാരം ഖബറിലുള്ള വ്യക്തി പുറത്തേക്ക് കൊണ്ടുവരപ്പെടും എന്ന് പറയുന്നത് സൂറത്തുൽ മആരിജിലെ 43-ാമത്തെ വചനം ചേർത്ത് വായിക്കുമ്പോൾ അപ്രകാരം നമുക്ക് അതിന് വ്യാഖ്യാനം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അഥവാ യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ, ആ ശോഷിച്ചു കിടക്കുന്ന ആ ഒരു ശരീരം, ആ ശരീരത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ പുറത്തു വരുന്നതായിരിക്കും എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വിശദീകരണങ്ങൾ ഇമാം ഷൻഖീതി റഹ്മഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിന്റെ ഈ തഫ്സീറിൽ സൂറത്തു ഖാഫിലെ 44-ാമത്തെ വചനത്തിന് കീഴിൽ നൽകിയതായി അദ്ദേഹം ചേർത്ത് വായിക്കുന്നു. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്ന കാര്യങ്ങൾ നോക്കാം. വഇദൽ ഖുബൂർ ബുഅ്സിറത് എന്ന് പറഞ്ഞാൽ ഐ ഉഖ്രിജ മാ ഫീഹാ മിനൽ അംവാതി ഹത്താ ഖാമൂ ലില്ലാഹി അസ്സ വജൽ, ആ ഖബറിലുള്ള വ്യക്തികൾ എഴുന്നേറ്റ് പുറത്തേക്ക് വരികയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് അവർ നടന്നു നീങ്ങുകയും ചെയ്യും, അല്ലാഹുവിന്റെ മുന്നിൽ അവർ പോയി നിൽക്കുകയും ചെയ്യും. ആ ഒരു രംഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. ഫി ഹുസൂലി ഹാദിഹിൽ ഉമൂർ അൽ അർബഅ, ഈ 4 കാര്യങ്ങൾ ഇപ്പോൾ സൂറത്തുൽ ഇൻഫിത്താറിൽ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ, ഈ 4 വചനങ്ങളിലായിക്കൊണ്ട് അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയാൽ എന്നിങ്ങനെ പറഞ്ഞു. ഇതാ എന്ന് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇദ സമാഉ ഫതറത് വ ഇദൽ കവാകിബു തസറത് എന്നിങ്ങനെ ഇതാ വെച്ചിട്ടാണ് അല്ലാഹു ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് സംഭവിക്കും? അലിമത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്, അഥവാ ത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആയത്തിന്റെ അർത്ഥം. അപ്പോൾ ഓരോ ആളും താൻ മുമ്പ് ചെയ്തു വെച്ചതും അതേപോലെ തന്നെ ചെയ്യാതെ പിന്നേക്ക് വെച്ചതും എന്താണെന്ന് അറിയുന്നതാണ് എന്നാണ്.
അപ്പം ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ 4 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അലിമത്ത് എന്ന് പറഞ്ഞാൽ അറിയുന്നതാണ്. നഫ്സുൻ ഓരോ ദേഹവും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും. മാ ഖദ്ദമത്ത് അത് മുന്തിച്ച് വെച്ച കാര്യങ്ങൾ. വ അഖറത്ത് അത് പിന്നോട്ട് വെച്ച കാര്യങ്ങൾ, അഥവാ ചെയ്യാൻ ഉദ്ദേശിച്ച് പിന്നേക്ക് വെച്ച കാര്യങ്ങൾ, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അറിയിക്കുന്നതായിരിക്കും, അവൻ അറിയുന്നതായിരിക്കും എന്നാണ്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ല നൽകിയ വിശദീകരണങ്ങൾ നോക്കാം. വഹാദാ ജവാബു ഇദ സ്സമാഉ ഫതറത് ലിഅന്നഹു ഖസമുൻ ഫീ ഖൗലിൽ ഹസൻ വഖഅ അലാ ഖൗലിഹി തആല അലിമത് നഫ്സുൻ മാ ഖദ്ദമത് വഅഖറത്. അഥവാ ഇത് നാം പറഞ്ഞ പോലെ തന്നെ നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു വെച്ച 4 കാര്യങ്ങൾ, ആ 4 ഖസമുകളുടെ ജവാബായിക്കൊണ്ടാണ് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഖൂൽ അഥവാ അദ്ദേഹം പറയുന്നു, ഇദാ ബദത് ഹാദിഹിൽ ഉമൂർ ഈ കാര്യങ്ങളെല്ലാം പ്രകടമായി കഴിഞ്ഞാൽ, മിൻ അശ്റാത്തി സാഅത്തി ലോകാവസാനത്തിന്റെ അടയാളങ്ങളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ, ഖുതിമത്തിൽ അഅമാൽ പ്രവർത്തനങ്ങൾ അവിടെ വിരാമം കുറിക്കപ്പെടുന്നതാണ്. ഫഅലിമത് കുല്ലു നഫ്സിൻ മാ കസബത് ഓരോരുത്തരും സമ്പാദിച്ചു വെച്ച കാര്യങ്ങൾ കൃത്യമായി ഓരോ വ്യക്തിയും അറിയുന്നതാണ്. ഫഇന്നഹാ ലാ യൻഫഉഹാ അമലുൻ ബഅദ ദാലിക് പിന്നെ അതിന് ശേഷം ആ ഒരു സംഭവങ്ങളെല്ലാം ഇവിടെ പ്രകടമായതിനു ശേഷം പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അത് അവന് സ്വാധീനമുണ്ടാക്കുകയില്ല എന്നുള്ളതാണ്. മറ്റൊരു നിലക്ക് പറയുകയാണെങ്കിൽ വഖീല ഇദാ കാനത് ഹാദിഹിൽ അശ്യാ ഖാമത്തിൽ ഖിയാമ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ സംഭവ്യമാകും എന്നർത്ഥം. ഫഹൂസിബത് കുല്ലു നഫ്സിൻ ബിമാ അമിലത് ഓരോരുത്തരും ചെയ്തു വെച്ച കാര്യങ്ങൾ അതിൻ്റെ മേൽ അവൻ വിചാരണ ചെയ്യപ്പെടുന്നതായിരിക്കും. വ ഊതിയത് കിതാബഹ ബിയമീനിഹ ഔ ബിഷിമാലിഹ അവന് ലഭിക്കാനുള്ള ഗ്രന്ഥം അത് വലത് കൈയിലോ ഇടത് കൈയിലോ ആയിക്കൊണ്ട് ഓരോരുത്തർക്കും നൽകപ്പെടുന്നതായിരിക്കും. ഫതദക്കറത് ഇൻദ ഖിറാഅതിഹി ജമീഅ അഅമാലിഹ ആ ഒരു കിതാബ് ആ ഒരു ഗ്രന്ഥം വായിക്കുന്നത് മൂലം അവൻ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നതായിരിക്കും. നല്ലതാകട്ടെ ചീത്തതാകട്ടെ എല്ലാ കാര്യങ്ങളും അവൻ വീണ്ടും ഓർത്തെടുക്കുന്നതായിരിക്കും എന്നാണ്. ഇനി മറ്റൊരു രീതിയിലും അതിന് വ്യാഖ്യാനം നൽകപ്പെടുന്നുണ്ട്. അഥവാ ഈ പറഞ്ഞ ഇദ സ്സമാഉ ഫതറത് ഇദൽ കവാകിബു ഇൻതസറത് എന്ന് പറഞ്ഞുള്ള ആ ഇദ വെച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ഖസമല്ല, അത് കേവലം ഒരു ഖബറാണ്, ഒരു വൃത്താന്തം അറിയിക്കൽ മാത്രമാണ് എന്നും വ്യാഖ്യാനം നൽകിയതായി കാണാൻ സാധിക്കും. വഹുവ സ്വഹീഹു ഇൻഷാ അല്ലാഹ് അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം ഖുർത്തുബി റഹ്മഹുല്ല ആ ഒരു വിശദീകരണം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത് ഖബറാണ്, അല്ലാതെ ഖസമല്ല, സത്യം ചെയ്ത് പറയുകയല്ല, മറിച്ച് അത് വൃത്താന്തം അറിയിക്കലാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. അതിനുശേഷം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ താൻ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും കൃത്യമായി അറിയുന്നതായിരിക്കും എന്നൊരു ഖബറാണ്, ഒരു വൃത്താന്തം അറിയിക്കൽ മാത്രമാണ്, അത് സത്യം ചെയ്ത് പറഞ്ഞതല്ല എന്നുള്ള കാര്യമാണ് ശരി എന്ന് പറഞ്ഞിട്ടാണ് ഇമാം ഖുർത്തുബി റഹ്മഹുല്ല അതവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി ഇമാം ബഗവി റഹ്മഹുല്ല നൽകിയ വിശദീകരണങ്ങൾ നോക്കാം. അലിമത് നഫ്സുൻ മാ ഖദ്ദമത് വഅഖറത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖീല മാ ഖദ്ദമത് എന്ന് പറഞ്ഞാൽ മിൻ അമലിൻ സാലിഹിൻ ഔ സയ്യിൻ അവൻ ചെയ്തു വെച്ചതായ നല്ലതും ചീത്തതുമായ അമലുകൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ അറിയുന്നതായിരിക്കും. വഅഖറത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, മിൻ സുന്നത്തിൻ ഹസനത്തിൻ ഔ സയ്യിഅത്തിൻ അവൻ നല്ലതായിക്കൊണ്ടും ചീത്തതായിക്കൊണ്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ഇനി വീണ്ടും ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതും അവൻ അറിയുന്നതായിരിക്കും എന്നാണ്. മറ്റൊരു രീതിയിൽ വ്യാഖ്യാനം നൽകുന്നുണ്ട്. വഖീല മാ ഖദ്ദമത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനസ് സ്വദഖാത്ത് അവൻ ചെയ്ത സ്വതക്കകളും, വഅഖറത് മിനത് തരികാത്ത് അലാ മാ ദക്കർനാ ഫീ ഖൗലിഹി സൂറത്തുൽ ഖിയാമയിൽ ഇമാം ബഗവി റഹ്മഹുല്ല നൽകിയ വിശദീകരണം പോലെ തന്നെ അവൻ പിന്നോക്കം വെച്ച കാര്യങ്ങൾ, അവൻ പിന്നീട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അവൻ്റെ തെരിക്കതുകൾ അഥവാ മരിച്ചു പോയാൽ അവൻ്റെ അനന്തരമായിട്ടുള്ള കാര്യങ്ങൾ, ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നാണ്. ആ കാര്യം തന്നെയാണ് സൂറത്തുൽ ഖിയാമയിലെ 13-ാമത്തെ വചനത്തിലും അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം ചേർത്ത് വായിക്കുകയാണ്. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ മനുഷ്യൻ അറിയിക്കപ്പെടുന്നതാണ്, മനുഷ്യൻ ചെയ്തു വെച്ചതും അവൻ പിന്നോക്കം വെച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് അവൻ അറിയിക്കപ്പെടുന്നതാണ് എന്നാണ്. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല പറയുന്ന വിശദീകരണങ്ങൾ നോക്കാം. നഫ്സുൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഹുന നക്കിറത്തുൻ അഥവാ ലാകിന്നഹ ബിമഅന അൽ ഉമൂം അവിടെ നക്കിറയായിക്കൊണ്ട് പറഞ്ഞതിനാൽ, അലിഫ്ലാം ഇല്ലാതെ നക്കിറയായിക്കൊണ്ട് പറഞ്ഞതിനാൽ അത് ഉമൂമായിട്ടുള്ള അർത്ഥം ലഭിക്കുന്നതാണ്. അതിന് ഉമൂമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ പൊതുവേ ഉള്ള അർത്ഥം, ഓരോ നഫ്സും എന്നൊരർത്ഥം അതിന് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഓരോ നഫ്സും
അല്ലെങ്കിൽ ഓരോ ശരീരവും ഓരോ ദേഹവും അറിയുന്നതാണ്, എല്ലാ ദേഹവും അറിയുന്നതാണ് എന്ന അർത്ഥം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ അലിഫ്ലാം ഇല്ലാതെ നെക്കിറയായി പറഞ്ഞത് കൊണ്ടാണ് എന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം വരിക അലിമത് കുല്ലു നഫ്സിൻ മാ ഖദ്ദമത് വഅഖറത്. എല്ലാ വ്യക്തികളും എല്ലാ നഫ്സും അറിയുന്നതാണ് മാ ഖദ്ദമത് വഅഖറത്, അത് ചെയ്തു വെച്ചതും പിന്നോക്കം വെച്ചതുമായ കാര്യങ്ങൾ. വദാലിക ബിമാ യുഅറദു അലൈഹാ മിനൽ കിതാബ്. ഇത് അറിയുന്നത് എങ്ങനെയാണ്? അവൻ്റെ മുന്നിൽ ആ ഗ്രന്ഥം അവൻ്റെ കൈകളിലേക്ക് വെച്ച് നീട്ടപ്പെടുമ്പോഴാണ്. വലത് കൈയിലോ ഇടത് കൈയിലോ ആയിക്കൊണ്ട് നൽകപ്പെടുന്ന ആ ഗ്രന്ഥം മുഖേനയാണ് എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നത്. ഫകുല്ലു ഇൻസാനിൻ അൽസമഹുല്ലാഹു ത്വാഇറഹു ഫി ഉനുഖിഹി. ഓരോ വ്യക്തിക്കും അവൻ്റേതായുള്ള ശകുനം അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മുതുകത്ത് തന്നെ അല്ലാഹു കെട്ടിവെച്ചിട്ടുണ്ടാകും. വയുഖ്റജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. അഥവാ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അത് അവൻ്റെ മുതുകത്ത് നിന്ന് അല്ലാഹു പുറത്ത് കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെ അത് അവന് നൽകുകയും ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അവനോട് പറയും ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ എന്ന്. അഥവാ നീ നിന്റെ ഗ്രന്ഥം വായിക്കുക, നിന്നെ വിചാരണ ചെയ്യുവാൻ ഈ ഗ്രന്ഥം വായിച്ചാൽ തന്നെ നിനക്ക് മതിയാകുന്നതാണ് എന്നാണ്. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് തന്നെ ഇതിന് തുടർച്ചയായിക്കൊണ്ട് അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. വഫീ ദാലിക അൽയൗമ യഖൂലുൽ മുജ്രിമൂൻ. ഈ ഒരു ദിവസം എത്തിക്കഴിഞ്ഞാൽ, അഥവാ ഈ ഗ്രന്ഥം ഓരോരുത്തർക്കുമായി നൽകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ മുജ്രിമീങ്ങളായിട്ടുള്ള ആളുകൾ പറയുന്ന രംഗം സൂറത്തുൽ കഹ്ഫിലെ 49-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയുന്നതാണ് മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഇതിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, ഒന്നും തന്നെ വിട്ടൊഴിവാക്കി പോയിട്ടില്ലല്ലോ എന്നവർ പറയുന്നതായിരിക്കും എന്നാണ്. ഫയഅലമുൽ ഇൻസാൻ മാ ഖദ്ദമ വഅഖർ. മനുഷ്യൻ ചെയ്തു വെച്ചതും ചെയ്യാൻ ഉദ്ദേശിച്ചതുമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ബൈനമാ ഹുവ ഫിദ് ദുനിയ ഖദ് നസിയ. ഒരു പക്ഷേ ദുനിയാവിൽ വെച്ച് അവൻ ചെയ്തു പോവുകയും അത് മറന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാലും ആ കാര്യങ്ങൾ പോലും അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ സ്പഷ്ടമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഫനഹ്നുൽ ആൻ നസീന മാദാ അമിൽനാ മുൻദു അസ്മാൻ ബഈദ. അഥവാ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് നാം ചെയ്തു വെച്ച കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഓർമ്മയുണ്ടാകില്ല, അത് നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും. പക്ഷേ അല്ലാഹു അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. ലാകിന്ന യൗമുൽ ഖിയാമ യുഅറദു അലൈനാ അമലനാ. അഥവാ ഈ ഖിയാമത്ത് നാൾ അത് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പ്രകടമാക്കി തരുന്നതായിരിക്കും. നാം മറന്നുപോയ കാര്യങ്ങൾ അത് ഖിയാമത്ത് നാളിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും. അതാണ് അവിടെ അല്ലാഹു പറഞ്ഞത് ഫതഅലമു കുല്ലു നഫ്സിൻ മാ ഖദ്ദമത് വഅഖറത്. ഓരോരുത്തരും ചെയ്തു വെച്ചതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങൾ പ്രകടമാക്കി തരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശ്വാസി എന്നുള്ള നിലക്ക് നാം ചെയ്യേണ്ടത്, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയാൽ അപ്പോൾ തന്നെ അതിനുള്ള പരിഹാരം തേടുകയും അത് മായ്ച്ചു കളയുവാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയുമാണ് നാം ചെയ്യേണ്ടത്. അത് പിന്നേക്ക് നീട്ടിവെക്കുകയും അത് മറന്നു പോവുകയും ചെയ്യുന്നൊരവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗുണപാഠം ഇതിലൂടെ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നർത്ഥം. അതാണ് അദ്ദേഹം ശേഷം പറയുന്നത് വൽ ഖർദു മിൻ ഹാദാ തഹ്ദീറുൽ അബ്ദി മിൻ അൻ യഅമല മുഖാലിഫതൻ ലില്ലാഹി വറസൂലിഹി ലിഅന്നഹു സൗഫ യഅലമു ബിദാലിക വയുഹാസബു അലൈഹി. അഥവാ ഒരു വിശ്വാസിയായ അടിമ ഈ ഒരു വചനത്തിൽ നിന്നും പാലിക്കേണ്ടതായ ജാഗ്രത എന്താണെന്ന് വെച്ചാൽ മിൻ അൻ യഅമല മുഖാലിഫതൻ ലില്ലാഹി വറസൂലിഹി. അല്ലാഹും റസൂലിനും എതിരായിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയാൽ അതിൻ്റെ പരിഹാരം നമ്മൾ തേടേണ്ടതുണ്ട്. അത് പിന്നേക്ക് മാറ്റിവെക്കാൻ നാം ഒരുമ്പെടരുത്. കാരണം നമ്മളെങ്ങാനും മറന്നുപോയി കഴിഞ്ഞാൽ അത് കുറ്റമായി നമ്മുടെ മേൽ ചുമത്തപ്പെടുവാൻ അത് കാരണമായേക്കാം. ലിഅന്നഹു സൗഫ യഅലമു ബിദാലിക വയുഹാസബു അലൈഹി. അത് പിന്നീട് അവനെ അറിയിക്കുകയും അത് അവൻ്റെ മേൽ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തെറ്റായി കുറ്റങ്ങളായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം അത് റബ്ബ് സുബ്ഹാനഹു വതആലയോട് പറഞ്ഞ് അത് പശ്ചാത്തപിച്ച് അതിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. പിന്നേക്ക് നീട്ടിവെക്കാൻ നാം തയ്യാറാകരുത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസൃതമായി ജീവിതം നയിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാവിധ കുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.